നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാമനാട്. ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കസ്റ്റഡിയിലെടുത്തു. വയനാട്ടിലെ ഫാം ഹൗസിന് മുന്നിൽ വെച്ചാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ഒളിവിൽ പോകാതിരിക്കാനായി പുലർച്ചെ 4 മണി മുതൽ പോലീസ് സംഘം ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ഫാം ഹൗസിന് പുറത്തേക്ക് പോകാൻ ബോബി ചെമ്മണ്ണൂർ കാറുമെടുത്ത് വരുമ്പോൾ പോലീസ് വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ത്രീകൾക്ക് നേരെ അശ്ലീല പരാമർശം നടത്തുക, അത്തരം പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നീ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടിയെടുത്തതിൽ സന്തോഷമുണ്ടെന്നും ആശ്വാസമെന്നും നടി ഹണി റോസ് പറഞ്ഞു. നീതിക്കായാണ് തൻ്റെ പോരാട്ടമെന്നും അതും ഫലം കാണുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും കേസിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും DGPയും ഉറപ്പു നൽകിയിരുന്നുവെന്നും ഹണി റോസ് വ്യക്തമാക്കി. തൻ്റെ പ്രതികരണം കുറച്ചുകൂടി നേരത്തെയാകണമായിരുന്നു എന്ന് തോന്നിയതായും ഹണി റോസ് പ്രതികരിച്ചു. ബോബി ചെമ്മണ്ണൂരിന് പുറമെ ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടി. ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി. അശ്ലീല കമന്റിട്ട 20 പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു. ബോബി ചെമ്മണ്ണൂരിനെതിരായ ലൈംഗികാധിക്ഷേപ പരാതിയിൽ നടി ഹണി റോസിന് പിന്തുണയുമായി സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മയായ ഫെഫ്ക നടി തുടങ്ങിവെച്ചിരിക്കുന്ന ധീരമായ പോരാട്ടത്തിന് പിന്തുണ അറിയിക്കുന്നതായും സൈബർ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ കൂട്ടായ പ്രതിരോധത്തിന്റെ നാന്ദിയാണ് ഇത് കാണിക്കുന്നതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഫെഫ്ക വ്യക്തമാക്കി. ISRO നടത്തുന്ന സ്പേസിംഗ് ഡോക്കിംഗ് പരീക്ഷണം നാളെ. ഇസ്രോ 2024 ഡിസംബർ 30 വിക്ഷേപിച്ച സ്പേസ് ഡെക്സ് ദൗത്യത്തിലെ ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുകയാണ് ISROയുടെ ലക്ഷ്യം. ഇന്ത്യൻ സമയം വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് സ്പേസ് ഡെക്സ് ഡോക്കിംഗ് പരീക്ഷണം ആരംഭിക്കും. ഇസ്രോയുടെ ഔദ്യോഗിക YouTube ചാനലിൽ നാളെ രാവിലെ 8 മണി മുതൽ ബഹിരാകാശ ഡോക്കിംഗ് തത്സമയം കാണാം. ചന്ദ്രയാൻ 4 ആണ് ഭാവിയിലെ പ്രധാന ദൗത്യമെന്ന് ISRO നിയുക്ത ചെയർമാൻ ഡോക്ടർ V. നാരായണൻ പറഞ്ഞു. ചുമതല ഏൽപ്പിച്ച പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും രാജ്യത്തിനും നന്ദി അറിയിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2040 വരെയുള്ള കൃത്യമായ സ്പേസ് വിഷൻ ഇസ്രോയ്ക്കുണ്ട്. ISRO ഒരു വ്യക്തിയുടെ വിജയമല്ല, ഒരു ടീമിന്റെ വിജയമാണ് എന്നും ചെയർമാൻ പദവിയിലെത്തിയ ശേഷം V. നാരായണൻ കൂട്ടിച്ചേർത്തു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 പ്രതികളുടെ ശിക്ഷ സ്റ്റേ ചെയ്തു. 5 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികളാണ് അപ്പീൽ നൽകിയത്. KV കുഞ്ഞിരാമൻ, K. മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് സ്റ്റേ ചെയ്തത്. പെരിയ ഇരട്ടക്കൊലക്കേസ് ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളെ ജയിലിലെത്തി സന്ദർശിച്ച് CPM നേതാക്കളായ PV ദിവ്യയും PK ശ്രീമതിയും ഉദുമ മുൻ